പുതിയ UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ത്രീകൾക്കുള്ള KSRTC ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഇവർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിൽ ആദ്യ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനവും. പിന്നെ എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ ഏതൊക്കെ സ്ത്രീകൾക്ക്, അതായത് പ്രായഭേദമന്യാണോ നൽകുന്നത്, അതേപോലെ തന്നെ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിൽ അതിലൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ടോ, ഏതൊക്കെ ബസ്സിലാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആത്യന്തികമായ ഒരു അന്തിമമായ തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുവരെയും ഓർഡിനറി ബസ്സിലാണ് നൽകുന്നത് എന്ന് സർക്കാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് അതിൽ നിന്നും മന്ത്രി മാറുന്നതാണ് കണ്ടത്. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട ചർച്ചകൾ ആ വിഷയത്തിൽ നിന്ന് നടക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ട സ്റ്റാൻഡിലാണ്. കിഴക്കേക്കോട്ട സ്റ്റാൻഡിലെ സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ഓർഡിനറി ബസ്സിലാണ് യാത്ര എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്ക്, മന്ത്രി പറഞ്ഞിരുന്നത്. ഇന്ന് പിന്നീട് അത് മന്ത്രി പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച വരെയാണ്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നിർദ്ദേശം ഈ ഡിപ്പോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ? ഒഫീഷ്യലായിട്ട് ഒരു നിർദ്ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക. അത്രേ ഉള്ളൂ. അല്ല, ഇതിന് ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ വരാനാണോ പതിവ്? അങ്ങനെയാണോ? ഇന്നുണ്ടാവുകയാണെങ്കിൽ മാക്സിമം ഇന്ന് അല്ലെങ്കിൽ നാളെ വരും. അങ്ങനെയാണ് ഇപ്പോൾ അത് ജിയോ ഇറങ്ങുന്നത്. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിയോ ആയിട്ട് ഇറങ്ങി വരാറുള്ളൂ. ഇവിടെ സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് കൂടുതൽ ഓടുന്നത് ഓർഡിനറി ബസ്സുകളാണോ? മാത്രമേ ഉള്ളൂ, ഓർഡിനറി സർവീസുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡിനറി ബസ്സുകളാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം വരുന്നതെന്ന് പക്ഷം ഈ സ്റ്റാൻഡിൽ വരുന്ന ഡിപ്പോയിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോജനകരമാവുന്നത് പ്രയോജനകരമാകാൻ സാധ്യതയുണ്ട്. ഇതാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഇതുവരെയും ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന്, അധികൃതരുടെ ഭാഗത്ത് നിന്ന്, KSRTCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ KSRTC ജീവനക്കാർ പറയുന്നത്. ഇവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ നിൽപ്പുണ്ട്. ചേച്ചി, ഈ KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്കെന്ന് പറയുന്നുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അതിൻ്റെ തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അത് നല്ലതല്ലേ? നല്ലതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വയസ്സായ അമ്മമാരെ, ജോലിയുള്ള സ്ത്രീകളെ ഒഴിവാക്കുക മാക്സിമം. എന്ന് വെച്ചാൽ അവർക്കൊരു നഷ്ടം വരാത്ത രീതിയിൽ ചെയ്യുക. വയസ്സായ അമ്മമാർ, വയസ്സായ അച്ഛന്മാർ, പിന്നെ ഒട്ടും നിവൃത്തിയില്ലാത്ത സ്ത്രീകൾക്ക് അങ്ങനെ പോവാന്നുള്ള. ഇപ്പോൾ പ്രായമായ ആൾക്കാർ കൂടെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ചേട്ടാ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രായമായ വയോധികർക്ക് കൂടി അങ്ങനെ ഒന്നും തന്നിട്ടില്ല, പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. ചേട്ടൻ അങ്ങനെ വേണമെന്ന് അഭിപ്രായമുണ്ടോ? സൗജന്യ യാത്ര വേണമെന്ന്? കിട്ടിയാൽ കൊള്ളാം, ഇത്രയേ ഉള്ളൂ. അതിന് ഒരുപാട് ബാധ്യതകൾ ഗവൺമെൻറ്റിന് വരും. അതുകൂടി പരിഗണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തരാൻ. ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. ഇതാണ് കൂടുതലും ആളുകൾ പ്രതികരിക്കുന്നത് സർക്കാരിൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. അതൊരു വലിയ തുക വരും, അതുകൂടി പരിഗണിച്ച് സാമ്പത്തിക മാനദണ്ഡം വേണമെങ്കിൽ അതുകൂടി വെച്ച ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പൊതുവിലുള്ള ആളുകളുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.